നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കത്തിക്കാളിയ വേനൽ ചൂടിൽ 2 മാസത്തോളം നീണ്ട പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. കരുത്തുകാട്ടി മുന്നണികൾ. കേരളം വിധിയെഴുതുന്നത് വെള്ളിയാഴ്ച. റോഡിനു കുറുകെ നടപ്പാലം പണിയുന്നതിന് പകരം ഫ്ലൈ ഓവർ വേണമെന്ന ആവശ്യത്തിൽ പുതുക്കാട് സിഗ്നൽ സെന്ററിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി. UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ റോഡ് ഷോ സംഘടിപ്പിച്ചു. പുലിക്കണ്ണി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം വരന്തരപ്പള്ളി സെന്ററിൽ അവസാനിച്ചു. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഇലക്ഷൻ 2024. കത്തിക്കാളിയ വേനൽ ചൂടിൽ 2 മാസത്തോളം നീണ്ട പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. കരുത്തുകാട്ടി മുന്നണികൾ. കേരളം വിധിയെഴുതുന്നത് വെള്ളിയാഴ്ച. 3 മുന്നണികളും അവസാനഘട്ട പ്രചരണം ഗംഭീരമാക്കി. റോഡ് ഷോ ഉൾപ്പെടെയുള്ള വർണ്ണാഭമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. പ്രധാന പാതകളും കേന്ദ്രങ്ങളും ബുധനാഴ്ച ഉച്ച കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നടന്ന കൊട്ടിക്കലാശം പ്രവർത്തകർ ആവേശത്തോടെ കൊണ്ടാടി. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. പരമാവധി വോട്ടർമാരെ വീടുകളിലെത്തി കണ്ട് വോട്ടുറപ്പിക്കാനാവും ഇനിയുള്ള ശ്രമം. സ്ഥലത്തില്ലാത്തവരെ എത്തിക്കാനും വോട്ടിടാൻ പോകാൻ സഹായം വേണ്ടവർക്ക് അതെത്തിക്കാനും സംവിധാനമൊരുക്കും. മൈക്ക് അനൗൺസ്മെൻറ്റുകൾ, പൊതുയോഗങ്ങൾ, കുടുംബയോഗങ്ങൾ, വീട് വീടാന്തരമുള്ള സ്ക്വാഡുകൾ, സ്വീകരണ പരിപാടികൾ, റോഡ് ഷോകൾ എന്നിങ്ങനെ വോട്ടർമാരുടെ മനസ്സ് തേടിയുള്ള തീവ്ര യജ്ഞത്തിലായിരുന്നു പിന്നിട്ട ദിവസങ്ങൾ. പ്രാദേശികവും ദേശികവുമായ നിരവധി വിഷയങ്ങൾ പ്രചാരണ വിഷയങ്ങളായി. നിർണായക തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കാണ് മേൽക്കൈ എന്ന് LDFും UDFും വിലയിരുത്തുമ്പോൾ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ BJPയും പങ്കുവയ്ക്കുന്നു. ലോക്സഭാ ഇലക്ഷൻ പ്രചാരണത്തോടനുബന്ധിച്ച് തൃക്കൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂർ ആലേങ്ങാട്ട് നിന്നും പാലക്കപ്പറമ്പ് വരെ മഹാ തെരഞ്ഞെടുപ്പ് റാലി നടത്തി. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് പ്രതിനിധി രാജൻ പൈനാടത്ത്, ഷെന്നി പനോക്കാരൻ, പോൾസൺ തെക്കുംപീടിക, സുനിൽ മുളങ്ങാട്ടുകര, ജിജു കിറ്റിക്ക, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് സഹകരണ ജനപ്രതിനിധികൾ, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, INTUC പ്രവർത്തകർ, ബൂത്ത് വാർഡ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ സന്നിഹിതരായി.
കുറുമ്പത്തുകുന്നിൽ LDF 150-151 ബൂത്തിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. PV കുമാരൻ അധ്യക്ഷത വഹിച്ചു. PD നെൽസൺ, KS അർഷാദ് എന്നിവർ സംസാരിച്ചു. ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മാഞ്ഞൂർ ബൂത്തിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു. സിനിമാ താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് അയ്യപ്പദാസ് അധ്യക്ഷത വഹിച്ചു. BJP മധ്യമേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, ജില്ലാ കമ്മിറ്റി അംഗം A ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, മേഖലാ പ്രസിഡന്റ് സവിത സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VB അരുൺ, ശ്രുതി രാഗേഷ്, മുൻ സംസ്ഥാന കൗൺസിൽ അംഗം PV രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു. UDF വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ റോഡ് ഷോ സംഘടിപ്പിച്ചു. പുലിക്കണ്ണി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം വരന്തരപ്പള്ളി സെന്ററിൽ അവസാനിച്ചു. വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റും മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും കൂടിയായ EM ഉമ്മർ നേതൃത്വം നൽകി. PT വിനയൻ, ഔസേബ് ചെരടായി, മോളി ജോസഫ്, ഫൈസൽ ഇബ്രാഹിം, അബ്ദുട്ടി ഹാജി, KL ജോസ്, ലൈസ ലിജോ, EA ഓമന, സുധിനി രാജീവ്, ജയശ്രീ കൊച്ചുഗോവിന്ദൻ, ജിജോ പുന്നക്കര, പഞ്ചായത്ത് അംഗങ്ങൾ, പോഷക സംഘടന ഭാരവാഹികൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങി 1000-ഓളം പേർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ശനിയാഴ്ച രാവിലെ 6 വരെയാണ് നിരോധനാജ്ഞ. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ VR കൃഷ്ണതേജയാണ് ഉത്തരവിട്ടത്. വോട്ടിംഗ് കേന്ദ്രം, ഷോപ്പിംഗ് മാൾ, വ്യാപാര കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്റർ, മറ്റു വിനോദ കേന്ദ്രങ്ങൾ, വിവാഹം, മരണം പോലുള്ള ചടങ്ങുകൾ, സ്വകാര്യ പരിപാടികൾ തുടങ്ങിയ ഇടങ്ങളിലെ സമാധാനത്തിന് ഭംഗം വരാത്ത ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്കും നിശബ്ദ പ്രചാരണ വേളയിലെ വീടുകൾ തോറും കയറിയുള്ള പ്രചാരണത്തിനും നിരോധനാജ്ഞ ബാധകമല്ലെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. അവശ്യ സേവന വിഭാഗം ജീവനക്കാർ, ക്രമസമാധാന ജോലിയുള്ളവർ എന്നിവർക്കും നിരോധനം ബാധകമല്ലെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ നോട്ടീസ് നൽകാതെ നിയമ നടപടികൾ സ്വമേധയാ ആരംഭിക്കുന്നതിന് അധികാരമുള്ള 1973 ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ 144(2) പ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ദേശീയപാത പുതുക്കാട് കാൽനടയാത്രികർക്ക് റോഡ് കുറുകെ കടക്കാൻ നടപ്പാലം പണിയുന്നതിന് പകരം ഫ്ലൈ ഓവർ വേണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി. പുതുക്കാട് സിഗ്നൽ സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ്, ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KY ഷാജു, പുതുക്കാട് മണ്ഡലം സെക്രട്ടറി NK ഭാസ്കരൻ, പുതുക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആന്റണി കടവി, ആം ആദ്മി പാർട്ടി ഇരിഞ്ഞാലക്കുട മണ്ഡലം പ്രസിഡന്റ് ജിജിമോൻ, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് VK രാജു എന്നിവർ പ്രസംഗിച്ചു. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിക്കും. ക്യാമ്പിൽ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ഡോക്ടർമാർ പങ്കെടുത്ത് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യും. ക്യാമ്പിൽ പങ്കെടുക്കേണ്ടവർക്ക് കൊടകര കുറ്റിക്കാടൻ ബിൽഡിംഗിൽ തുറന്നിട്ടുള്ള സ്വാഗത സംഘം ഓഫീസിൽ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ സൗഹൃദവേദി പ്രസിഡന്റ് TA രാജൻ ബാബു, രക്ഷാധികാരി P നാരായണൻകുട്ടി, സെക്രട്ടറി സണ്ണി ഏറ്റുമാനുകാരൻ, ട്രഷറർ തോമസ് കൂനൻ, ജോയിന്റ് സെക്രട്ടറി ശിവദാസൻ കുഴിക്കാട്ടിൽ, കമ്മിറ്റി അംഗം ജോൺസൺ മേനാച്ചേരി എന്നിവർ പങ്കെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ മെമ്പർമാർക്ക് വേണ്ടി കുടുംബ സുരക്ഷാ പദ്ധതി ആരംഭിച്ചു. നെന്മണിക്കര യൂണിറ്റിന്റെ ഉദ്ഘാടനം ആമ്പല്ലൂർ അക്ഷയ ഹോട്ടലിൽ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് കുഞ്ഞാമര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നാരായണൻകുട്ടി പ്രസംഗിച്ചു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ 3000 രൂപയ്ക്ക് പുറമെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ പദ്ധതിയിൽ ചേരുന്ന വ്യക്തി
മരണമടഞ്ഞാൽ മരിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരണമടഞ്ഞാൽ ഏതെങ്കിലും കാരണവശാലും പറഞ്ഞാൽ നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സായിട്ട് നമുക്കറിയാം ഒരുപാട് കടവും മറ്റുള്ള കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനോടനുബന്ധിച്ച് വീട്ടിലുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ള രീതിയിൽ ഒരു 10 ലക്ഷം രൂപ നമ്മൾ ആ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ 100 രൂപ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് വഴിയാണ് എല്ലാ പ്രവർത്തനങ്ങളും. വൈക്കോൽ ഉപയോഗിച്ച് നിർമ്മിച്ച മോദി ചിത്രത്തിന് അഭിനന്ദന കത്ത് ലഭിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ആമ്പല്ലൂർ സ്വദേശി ശ്രീകുമാർ. ഇലക്ഷൻ പ്രചരണത്തിനായി പ്രധാനമന്ത്രി കുന്നംകുളത്ത് വന്നപ്പോൾ ശ്രീകുമാർ നിർമ്മിച്ച ഉപഹാരമാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഈ ചിത്രത്തിന്റെ നിർമ്മിതിക്കാണ് മോദിയുടെ അഭിനന്ദന കത്ത് ലഭിച്ചത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനും ശ്രീകുമാർ സ്വന്തം സൃഷ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ശ്രീകുമാർ രൂപപ്പെടുത്തിയ തിരു അത്താഴം ചിത്രം 25 വർഷമായി തൃശൂർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു വരുന്നു. പഞ്ചാബിലെ പത്താംകോട്ട് സൈനിക ആശുപത്രിയിൽ ലഫ്റ്റനന്റ് റാങ്കിൽ ജോലിയിൽ പ്രവേശിച്ച അലിൻ ജോൺസനെ MLA KK രാമചന്ദ്രൻ വീട്ടിലെത്തി അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, വാർഡ് അംഗം സണ്ണി ചെറിയാലത്ത്, CB സന്തോഷ്, KM വാസുദേവൻ, സിന്ധു ബൈജു, ഗംഗ അനിൽ, ഷിമി ഷൈജു, സജി പള്ളിവളപ്പിൽ, വിഷ്ണു മനോഹർ എന്നിവർ സന്നിഹിതരായി. ചിറമൽ ജോൺസൺ LC ദമ്പതികളുടെ മകളാണ് അലിൻ. ആളൂർ താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ കുരിശുമുത്തപ്പന്റെ തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ കൊടികയറ്റം നിർവഹിച്ചു. താഴേക്കാട് തീർത്ഥാടന കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെർലിറ്റ് കാക്കനാടൻ എന്നിവർ സന്നിഹിതരായി. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ആമ്പല്ലൂർ പാലപ്പിള്ളി റോഡിൽ ആമ്പല്ലൂർ മുതൽ വരാക്കര വരെ BC നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ വ്യാഴാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. മറ്റത്തൂർക്കുന്ന് ഇടിയത്ത് രാജൻ ഭാര്യ ശാരദ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അളകപ്പ നഗർ വെണ്ടോർ തെക്കൂട്ട് ചന്ദ്രൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സീതയാണ് ഭാര്യ. ധനേഷ്, ധനിഷ, ധനീഷ് എന്നിവർ മക്കളും. ലിനിത, സുഭാഷ് എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര രാപ്പാൾ മുരിയത്ത് വീട്ടിൽ പരേതനായ രാജൻ നായർ ഭാര്യ ചന്ദ്രിക അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അജിത, ദിലീപ് എന്നിവർ മക്കളും. സുധീഷ്, പ്രിയ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കത്തിക്കാളിയ വേനൽ ചൂടിൽ 2 മാസത്തോളം നീണ്ട പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. കരുത്തുകാട്ടി മുന്നണികൾ. കേരളം വിധിയെഴുതുന്നത് വെള്ളിയാഴ്ച. റോഡിനു കുറുകെ നടപ്പാലം പണിയുന്നതിന് പകരം ഫ്ലൈ ഓവർ വേണമെന്ന ആവശ്യത്തിൽ പുതുക്കാട് സിഗ്നൽ സെന്ററിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി. UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ റോഡ് ഷോ സംഘടിപ്പിച്ചു. പുലിക്കണ്ണി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം വരന്തരപ്പള്ളി സെന്ററിൽ അവസാനിച്ചു. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കൊടകര ഗവൺമെന്റ് LPU സ്കൂളിൽ നടക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.